ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഈശോ ചെയ്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അത്ഭുതം പറയാനാണ് കേട്ടോ. അതായത് ഈശോ എന്നും രോഗസൗഖ്യം കൊടുക്കുന്നുണ്ട്. ബൈബിളിൽ അതിനെപ്പറ്റി പറയുന്ന ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു രോഗസൗഖ്യമാണ്. ഈശോ ഒരാളെ വിളിച്ചിട്ട് അന്ധനായിട്ടുള്ള ഒരാൾക്ക് ഈശോ കാഴ്ച കൊടുക്കുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുന്നു, നീ എന്ത് കാണുന്നു എന്ന്. അവൻ ആദ്യം പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നു, പക്ഷേ അവർ വൃക്ഷങ്ങളെ പോലെ ഇരിക്കുന്നു. വീണ്ടും ഈശോ അവൻ്റെ കണ്ണുകളെ സ്പർശിച്ചിട്ട് ചോദിച്ചു, നീ എന്ത് കാണുന്നു എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നു എന്ന്. എനിക്ക് ആ ഫസ്റ്റ് കാണുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ഫസ്റ്റ് ഈശോ തൊട്ടപ്പോൾ അവൻ കണ്ടു എന്ന് പറയുന്നത് അവൻ മനുഷ്യരെയാണ് കാണുന്നത്, പക്ഷേ അവർ വൃക്ഷങ്ങളെ പോലെ ഇരിക്കുന്നു. ആ ഒരു ഭാഗം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം നമ്മളെ തന്നെ ഒരു വൃക്ഷത്തോട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കി, ഇവിടെ ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ക്രിസ്ത്യാനി ഇല്ല, കുറേ വൃക്ഷങ്ങൾ മാത്രമുള്ള ഈ ഒരു ലോകം. ഇവിടെ ഈ ഭൂമിയിൽ ഒരു 750 കോടിയോളം അല്ലെങ്കിൽ 800 കോടിയോളം വൃക്ഷങ്ങൾ അല്ലെങ്കിൽ കോടിയോളം ജനങ്ങളുണ്ട് ഈ ഭൂമിയിൽ. അവരെ എല്ലാം വൃക്ഷങ്ങളായിട്ട് കാണുവാണെങ്കിലോ. അതുകൊണ്ട് തന്നെയാണ് സ്നാപയോഹന്നാൻ പറഞ്ഞു, ഈശോയ്ക്ക് മുന്നേ വഴിയൊരുക്കാൻ വന്ന് സ്നാപയോഹന്നാൻ പറഞ്ഞത് എന്താണ്, വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെക്കപ്പെട്ട് കഴിഞ്ഞു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടുമെന്ന്. അതെ ഗായ്സ്, നമ്മളെല്ലാവരും ഈ വൃക്ഷങ്ങളാണ് എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറപ്പെടുവിക്കേണ്ട ഫലങ്ങൾ അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ആത്മനിയന്ത്രണം, ഇതുപോലെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാവണം നമ്മൾ ഓരോരുത്തരും എന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ ലാലേട്ടൻ പറയുന്നത് പോലെ യുദ്ധം തിന്മയും തമ്മിലാണ് എന്നാണ്. പക്ഷേ ദൈവത്തിന് പറയുന്നു, യുദ്ധം എന്ന് പറയുന്നത് നന്മയും തിന്മയും തമ്മിൽ തന്നെയാണ്. നമ്മൾ തന്നെയുണ്ട് ഒരു സ്നേഹിക്കാനുള്ള കഴിവ്, നമ്മൾ തന്നെയുണ്ട് വെറുക്കാനുമുള്ളത്. നമ്മൾ ഏത് ചൂസ് ചെയ്യണമെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം ഗൈസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.